ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. Best actor in leading role shared Brahmayugam, Malayalam. Actor Mammootty. Best Malayalam film Feminichi Fatima. Producer 1001 Stories and AFD Cinemas. Director Fasil Muhammad. Best Cinematography Brahmayugam, Malayalam. Cinematographer Shahnaz Jalal. Best Female Playback Singer ARM Vaikam Vijayalakshmi for song Anguvana Konile. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സിഇഒ പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭാരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. भारत और पूरी टीम बहुत बहुत बधाई, जो देश के नौजवानों को आगे आने की प्रेरणा देगी. आप लोगों ने जिस कमिटमेंट के साथ मेहनत की, मैं आपको, आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ. വന്ദേ മാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും.
വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക് ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030ലേക്ക്. ഫുട്ബോളിന്റെ 100ാം വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100ാം വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗ്വ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്. ഫിഫ ലോകകപ്പ് 3ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾവേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.